നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങിയ പാർലമെന്റിൽ സുപ്രധാന ബില്ലുകൾ അവതരിപ്പിച്ച കേന്ദ്രം. റിപ്പോർട്ടിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ഓൺലൈൻ ഗെയിമുകൾ നിയന്ത്രിക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമെന്ന ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി. ബില്ലുകൾ അനിശ്ചിതകാലം നീളുന്നതിൽ പരിഹാരമെന്തെന്ന് രാഷ്ട്രപതിയുടെ റഫറൻസിലെ വാദത്തിനിടെ സുപ്രീം കോടതി. നിയമനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനല്ലേ എന്നും ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ടോ എന്നും കോടതി. മലപ്പുറത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ചേളാരിയിലെ 11 വയസ്സുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കു നേരെ ആക്രമണം. പരാതി നൽകാനെത്തിയയാൾ ആക്രോശിച്ചുകൊണ്ട് അടിച്ചുവെന്ന് റിപ്പോർട്ട്. സംഭവം മുഖ്യമന്ത്രിയുടെ വസതിയിൽ ജനസമ്പർക്ക പരിപാടിക്കിടെ. ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശി കസ്റ്റഡിയിൽ. കൊച്ചി പറവൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. നടപടി ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ആശയും ബിന്ദുവും തമ്മിലുള്ള പണമിടപാടിൽ ദുരൂഹതയെന്ന് പോലീസ്. കേന്ദ്രം പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് NHM ഓഫീസിലേക്ക് ധർണ നടത്തി ആശാവർക്കർമാർ. കേന്ദ്ര നയത്തിനെതിരെ കരിദിനം ആചരിച്ച് അങ്കണവാടി ജീവനക്കാർ. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമമെന്നാരോപിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. റിപ്പോർട്ടുകളിലേക്കാണ്. ഓൺലൈൻ ഗെയിമുകൾ നിയന്ത്രിക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് ബിൽ അവതരിപ്പിച്ചത്. അറസ്റ്റിലാവുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധം ബഹളം വെച്ചു. ലോക്സഭയും രാജ്യസഭയും 12 മണിവരെയും തുടർന്ന് 2 മണിവരെയും നിർത്തിവെച്ചു. KK പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, സുപ്രധാനപ്പെട്ട ബില്ലുകളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ഈ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേടുമൊപ്പം ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക വിവാദത്തിനിടയിലും വളരെ ശക്തമായ പ്രതിഷേധത്തിനിടയിലും ഈ ബില്ലുകളെല്ലാം കേന്ദ്രം അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ ഓൺലൈൻ ഗെയിമുകൾ നിയന്ത്രിക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തൊക്കെ നിഷ്കർഷിക്കുന്നു? സ്വപ്ന, ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ ഒരു നിയമത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക, ഒപ്പം തന്നെ അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ള ചൂതാട്ടങ്ങൾ നടത്തുകയാണ്, ഓൺലൈൻ വഴിയുള്ള ഡിജിറ്റൽ ചൂതാട്ടങ്ങൾക്ക് പിഴ ഈടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊള്ളുന്നതാണ് പുതിയ ഓൺലൈൻ നിയമ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് നിരവധിയായ ഓൺലൈൻ ഗെയിമിംഗ് ബെറ്റിംഗ് ആപ്പുകളുണ്ട്. ഇതിന് ഒരു തരത്തിലുള്ള നിയമസാധ്യതയില്ല. വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഒപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നിൽക്കുന്നു. ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളടക്കം തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് അത്തരമൊരു വളരെ കൃത്യമായ ഒരു നിർദ്ദേശത്തിലേക്കും നിയമത്തിലേക്കും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത്. നേരത്തെ 28% GST ഈ ഓൺലൈൻ ഗെയിമിങ്ങിനൊക്കെ തന്നെ ചുമത്തിയിരുന്നു. അത് വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ പിഴ, ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ അംഗീകാരം ഇല്ലാത്ത ഗെയിമുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ, പ്ലാറ്റ്ഫോമുകൾ വരികയാണെങ്കിൽ അതിന് പിഴ ഈടാക്കുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രായപൂർത്തി സംഭവിച്ച കാര്യങ്ങൾ കൂടി, അതായത് ഏത് പ്രായത്തിലുള്ളവർക്കായിരിക്കണം ഏതൊക്കെ ഗെയിം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഈ നിയമ ഭേദഗതി വരുന്നതോടുകൂടി തന്നെ രാജ്യത്തെ ഓൺലൈൻ ഗെയിമുകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും അതിനെ ഒരു നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനും കഴിയും. സർക്കാരിന് കൃത്യമായി നിയന്ത്രണം വരികയും അതുവഴി അനധികൃതമായ ഇടപാടുകൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ. ഓക്കെ പ്രശാന്ത്, പക്ഷേ ഈ ബില്ല് അവതരണത്തിനിടയിലും ഒക്കെയും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം നമ്മൾ നേരത്തെയും കണ്ടതാണ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുഖത്തിനടുക്കം അടുത്തുവരെ ഈ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് വളരെ വലിയ രീതിയിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങി തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഈ അറസ്റ്റിലാവുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെയും
വലിയ രീതിയിൽ ഈ പ്രതിപക്ഷ സർക്കാരുകളൊക്കെ തള്ളിയിടാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നതടക്കം ആരോപിച്ചാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം. ഒപ്പം ഈ ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുകളിലടക്കം വലിയ രീതിയിൽ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നടത്തുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മേലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും പ്രതിഷേധം ഉയർത്തി. ഒപ്പം തന്നെ അടിയന്തര പ്രമേയ നോട്ടീസുകളുണ്ടായിരുന്നു. അതിനൊന്നും തന്നെ സഭാധ്യക്ഷന്മാർ അനുമതി നൽകിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും 2 മണി വരെ സഭ നിർത്തിവെക്കുകയും ചെയ്തു. ഇതിനിടെ നേരത്തെ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ കിരൺ റിജിജു പാർലമെന്റ് കാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്താൻ എണീക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തിനടുത്ത് വരെ പ്ലക്കാർഡുകൾ ഉയർത്തി, മുഖം മറയ്ക്കുന്ന തരത്തിൽ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. അതിൽ തന്നെ വളരെ പ്രക്ഷോഭനായ അദ്ദേഹം ഇത്തരം പ്രതിഷേധങ്ങൾ നടത്താനുള്ള സ്ഥലമല്ല ഇത്, അങ്ങനെ പ്രതിഷേധിക്കണമെങ്കിൽ സഭ വിട്ട് പുറത്തേക്കാകണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ശക്തമായ പ്രതിഷേധം ടേബിളിലും മറ്റും അടിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്നു. തുടർന്നാണ് സഭ നിർത്തിവെച്ചത്. ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഇതിൽ പ്രതിപക്ഷം ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഈ ബില്ലിലാണ്. പ്രധാനമായും ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ജനപ്രതിനിധികളുടെ പ്രത്യേകിച്ച് മന്ത്രിമാർക്കൊക്കെ തന്നെ ശിക്ഷ കാലയളവ് വരികയാണെങ്കിൽ അവരെ പദവിയിൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായതും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കം എന്ന് തന്നെയാണ്, സർക്കാർ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ്. മാത്രമല്ല അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുക എന്ന് അവർ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് സ്വാഭാവികമായും പ്രധാനമന്ത്രിയോ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരോ ഒന്നും തന്നെ 30 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം രാജ്യത്തെ നിലവിലെ സാഹചര്യം വെച്ച് ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന മന്ത്രിമാർക്കാണ് വരിക. 30 ദിവസം ആ സമയപരിധി കഴിഞ്ഞ് അല്ലെങ്കിൽ കസ്റ്റഡി കഴിഞ്ഞു കഴിഞ്ഞാൽ 31 ദിവസം സ്വയം ആ പദവിയിൽ നിന്നവർ ഒഴിവാകേണ്ട സാഹചര്യത്തിലേക്ക് വരും. അതിൽ ഗവർണറുടെയോ മുഖ്യമന്ത്രിയുടെയോ പോലും അനുമതി വേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഒഴിക്കും അവിടെ ഭരണഘടനയിലേക്ക് കാര്യങ്ങൾ എത്തിയും അവിടെ BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഭരണസമ്പർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന നീക്കത്തിന്റെ ഫലമായാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ജനാധിപത്യ സംസ്ഥാനം എന്നുള്ള വാക്കാണ് പ്രതിപക്ഷ MP-മാർ ഉപയോഗിക്കുന്നത്. ഏതായാലും അതിന്മേലുള്ള നടപടികൾ ചർച്ചകളെല്ലാം തന്നെ പ്രശാന്ത്, ഇതിനൊക്കെ സമാന്തരമായി തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രപതിയുടെ റഫറൻസിലെ വാദത്തിനിടെ ചോദ്യങ്ങളുമായി ചില സുപ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ചോദ്യങ്ങളുമായി സുപ്രീം കോടതി വന്നിട്ടുണ്ട്. ഈ അനിശ്ചിത പരിഹാരം നീളുന്നതിൽ എന്താണ് ഒരു പരിഹാരം എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഈ നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ടോ എന്നും കോടതി നിരീക്ഷിക്കുകയാണ്. പ്രശാന്തിലേക്ക് മടങ്ങിയെത്താം. വോട്ട് മോഷണം നടന്നു എന്നത് സത്യമാണെന്നും ബീഹാറിന്റെ പ്രതിഷേധവും പ്രതിരോധവുമാണ് ഇപ്പോൾ കാണുന്നതെന്നും രാഹുൽ ഗാന്ധി കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. सब लोग कह रहे हैं वोट चोरी वोट चोरी वोट चोरी, और ये रियलिटी है. वो जो इलेक्शन चोरी करने की कोशिश हो रही है, तो बिहार का रेजिस्टेंस आ रहा है, बहुत बढ़िया आ रहा है और जोरों से आएगा. पूरे देश का रेजिस्टेंस आएगा. सर सरकार जो बिल लेकर आ रही है. थैंक यू. പ്രശാന്തിലേക്കാണ് നേരത്തെ ടെലിഫോൺ ലൈൻ കട്ടായിപ്പോയി. രാഷ്ട്രപതിയുടെ റഫറൻസിലെ വാദത്തിനിടെ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ടല്ലോ പ്രശാന്ത്. ഇത്തരത്തിൽ ഈ ബില്ലുകളെല്ലാം അനിശ്ചിതകാലം ഇങ്ങനെ നീളുന്നതിൽ ഒരു പരിഹാരം കാണാനാകില്ലേ എന്ന ചോദ്യം. ഒന്ന്, ഈ പൂർണ്ണ ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ഈ നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ എന്ന് ചോദിക്കുന്നു. ഒപ്പം ഗവർണറുടെ വിവേചനാധികാരം എന്ത്, ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളൊക്കെ സുപ്രീം കോടതി നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ കേരളവും തമിഴ്നാടും ഒക്കെ തന്നെ തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി അവരുടെ ഭാഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു അച്ചടക്കത്തിന്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ സമയപരിധി അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് സമയപരിധി വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാടിൽ കേന്ദ്രം നിലപാടെടുക്കുകയാണ്. മാത്രമല്ല വിവേചനാധികാരം സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. നിയമനിർമ്മാണ സഭയല്ലേ ഒരു നിയമം നിർമ്മിക്കുന്നത്, അതിന് എത്രത്തോളം ദിവസം അത് പിടിച്ചുവെക്കാൻ കഴിയും, അതിന്റെ അധികാരം നിയമസഭയ്ക്കല്ലേ എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. അങ്ങനെ പിടിച്ചുവെക്കുമ്പോൾ സ്വാഭാവികമായും നിയമനിർമ്മാണ സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, അത് പിടിച്ചുവെക്കുന്നതുകൊണ്ട് ഇത് കാലങ്ങളായി അനിശ്ചിതകാലം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഇതിനൊരു അവസാനം വേണ്ട, ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായി ഇനി വരുന്ന
ഈ വാദവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ സുപ്രീം കോടതി ആരായുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ഇത്തരത്തിലൊരു സമയപരിധി സംബന്ധിച്ച് ഏതെങ്കിലും വിവേചനാധികാരം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൂടുതലായി സമർപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിവേചനാധികാരം അത് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ തീർച്ചയായും റഫറൻസ് ബില്ലിൽ വാദം തുടരുകയാണ്. റഫറൻസുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ ചോദ്യങ്ങളിൽ വാദം തുടരുകയാണ് സുപ്രീം കോടതിയിൽ. ഡൽഹിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പുറത്തുവരുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 4 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. നരേന്ദ്രമോദിയാണ് ആദ്യ പത്രിക വരണാധികാരിക്ക് സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിന് മുൻപ് CP രാധാകൃഷ്ണൻ പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധിയുടെ അടക്കമുള്ള നേതാക്കളുടെ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രേരണാ സ്ഥലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അതേസമയം NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന YSR കോൺഗ്രസ് ഇന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രിയായാലും രക്ഷയില്ല എന്നാണ്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു ആക്രമണം. പരാതിക്കാരൻ എന്ന വ്യാജേന എത്തിയയാൾ ആക്രമിക്കുകയായിരുന്നു. പേപ്പർ നൽകുന്നതിനിടെ മുഖത്ത് അടിച്ചു. പരിക്കേറ്റ മുഖ്യമന്ത്രിയെ GTB ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തിൽ 35-കാരനായ യുവാവിനെ സിവിൽ ലൈൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ രാജേഷ് ഖിംജിയാണ് പ്രതി. ആക്രമണത്തിന് പിന്നിലെ കാരണങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവം ഖേദകരമെന്ന് പറഞ്ഞ കോൺഗ്രസ് സുരക്ഷാ വീഴ്ചയെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയൊരുക്കാൻ ഡൽഹിയിലെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആക്രമണത്തെ അപലപിച്ച് BJP രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടുകൾ ആശങ്കയുണ്ടാക്കുകയാണ്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറത്താണ് ഇപ്പോൾ. മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗം ബാധിച്ച ചികിത്സയിലുള്ള മറ്റ് 2 പേരുടെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മലപ്പുറം സ്വദേശിയായ 11-കാരന് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3ആയി. മലപ്പുറം ചേളാരി സ്വദേശിയാണ് 11-കാരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗത്തിൻ്റെ ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് സ്വദേശികളായ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെയും യുവാവിൻ്റെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരൻ്റെ പരിശോധനാ ഫലം വീണ്ടും നെഗറ്റീവായി. താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരൻ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. 2 പരിശോധനകൾ നെഗറ്റീവായിരുന്നു ഫലം. എന്നാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ തുടരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തും. മരിച്ച ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും ഇന്നലെ മുതലേ കാണാനില്ല. ഇരുവരെയും അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ പണമിടപാടിൽ ദുരൂഹതയുണ്ടായെന്നും പോലീസ് അറിയിക്കുന്നു. ഇത്ര വലിയ തുകയുടെ കൈമാറ്റം എങ്ങനെ നടന്നുവെന്നാണ് അന്വേഷണം. അതേസമയം ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ആശാവർക്കർമാർ NHM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജോസഫ് C. മാത്യു ഉദ്ഘാടനം ചെയ്തു. ദീപിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആശാപ്രവർത്തകർ NHMലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുകയാണ്. NHM ഡയറക്ടർക്ക് അവർ ഈ ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും കൈമാറി. ജോസഫ് C. മാത്യു ആണ് ഇത്തരത്തിൽ ഈ NHM ഓഫീസിലേക്ക് നടത്തിയ ഈ ആശാപ്രവർത്തകരുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഓണറേറിയം വർധനവ് അടക്കമുള്ള 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവർ സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 10-നാണ് ഈ ആശാ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിച്ചത്. പലതരത്തിലുള്ള സമരമുറകൾ ഓരോ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. മുടിമുറിച്ചുള്ള സമരം, മഹാസംഗമങ്ങൾ, 45 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സമരയാത്ര, അങ്ങനെ അനവധിയായിട്ടുള്ള സമരമുഖങ്ങൾ സാംസ്കാരിക കേരളത്തിന് കാണിച്ചു തന്ന സമരം കൂടിയാണ് ഈ ആശാപ്രവർത്തകരുടേത്.
193 ദിവസമായി ഇവർ ഇത്തരത്തിൽ ഈ സമരം തുടരുകയാണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഈ ആശാപ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ആഘോഷിച്ചത്. ഓണക്കാലവും അങ്ങനെ ആകുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. ഈ ന്യായമായിട്ടുള്ള ഇവരുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഈ സർക്കാർ അംഗീകരിക്കും വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ നീക്കം. എല്ലാ തവണയും നമ്മൾ കാണുന്നതാണ് ഈ ആശാപ്രവർത്തകർ ഈ സമരം പ്രഖ്യാപിക്കുമ്പോൾ അത് പൊളിക്കാൻ വേണ്ടി NHMന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകാറുണ്ട്, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട്, പരിശീലന പരിപാടികളൊക്കെ ഇവർ പ്രഖ്യാപിക്കാറുണ്ട്. എന്തായാലും ഇത്തവണയും അതിന് സമാനമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആശമാരാണ് വിവിധ ജില്ലകളിൽ നിന്നും ഇവരുടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു. NCERTയുടെ നിർദ്ദേശപ്രകാരമാണ് 2 ഭാഗങ്ങളായി ഓപ്പറേഷൻ സിന്ദൂർ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഒരു ഭാഗം 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും 2-ാം ഭാഗം 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുമായാണ് ക്രമീകരിക്കുന്നത്. വിദ്യാഭ്യാസകാലം മുഴുവൻ രാജ്യസ്നേഹവും സൈനികരോടുള്ള ആദരവും ഊട്ടിയുറപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവരാൻ NCERT തീരുമാനിച്ചത്. 3-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടുത്തുന്നത്. 3 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ വീരകഥ എന്ന തരത്തിലാണ് ഉൾപ്പെടുത്തുക. അതേസമയം മുതിർന്ന കുട്ടികൾക്കുള്ള ഭാഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അഭിമാനത്തിൻ്റെയും ധീരതയുടെയും ദൗത്യമെന്നാണ് ഉൾപ്പെടുത്തുക. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് UP തലം വരെയുള്ള പഠനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ പഹൽഗാമിലെ സംഭവത്തിലെ പാകിസ്ഥാന്റെ പങ്കും രാജ്യത്തിന്റെ സമാധാനമില്ലാതാക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഇടപെടലുകളും കൂടി പരാമർശിക്കും. പഹൽഗാം ആക്രമണം, അതിന് ഇന്ത്യ നൽകിയ മറുപടി, സ്വീകരിച്ച നടപടികൾ, സൈനിക ഓപ്പറേഷൻ രീതികൾ എന്നിവ കൂടി മുതിർന്ന ക്ലാസുകളിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകും. തിരിച്ചടിക്കാൻ രാജ്യം ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരണം കൂടി ഉണ്ടാകുമെന്നാണ് സൂചന. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹവും സൈനികരോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കുകയാണ് പാഠ്യപദ്ധതിയിലൂടെ NCERT ഉദ്ദേശിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉത്തരേന്ത്യയിൽ മഴയും മഴക്കെടുതിയുമൊക്കെ തുടരുകയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 24ആയി. 4 ജില്ലകളിലായി 1500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 4 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ പൊതുഗതാഗത സംവിധാനം താറുമാറായി. മുംബൈയിൽ തുടരുന്ന കനത്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് നിലവിൽ ഓറഞ്ച് അലർട്ടായി മാറിയിട്ടുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ. മൂങ്കിൽമട സ്വദേശി ആറുച്ചാമിയാണ് പിടിയിലായത്. ഇന്നലെ രാത്രി 10 മണിയോടെ സന്തോഷിന്റെ വീട്ടിലെത്തിയ ആറുച്ചാമി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സന്തോഷും ആറുച്ചാമിയും തമ്മിൽ നേരത്തെ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസിൽ ബിരുദദാന ചടങ്ങ് നടന്നു. വിവിധ വിഭാഗങ്ങളിലായി 778 വിദ്യാർത്ഥികളാണ് ബാംഗ്ലൂർ അമൃത വിശ്വവിദ്യാപീഠത്തിൽ ബിരുദ പഠനം ഈ വർഷം പൂർത്തിയാക്കിയത്. ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ മനോജ് P സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം മാനേജ്മെന്റ് ബോർഡ് അംഗവും ട്രഷററുമായ സ്വാമി രാമകൃഷ്ണാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയർമാൻ ഡോക്ടർ TG സീതാറാം മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ കർണാടക ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിതേഷ് കുമാർ സിംഗ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. സ്വാമി രാമകൃഷ്ണാനന്ദപുരി വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ സമ്മാനിച്ചു. BTech വിഭാഗത്തിൽ നിന്ന് 595, MBA വിഭാഗത്തിൽ നിന്ന് 99, MTech വിഭാഗത്തിൽ നിന്ന് 74 വിദ്യാർത്ഥികളും ഗവേഷണം പൂർത്തിയാക്കിയ 10 പേരുമാണ് ബിരുദങ്ങൾ ഏറ്റുവാങ്ങിയത്. കോഴിക്കോട് നടന്ന യൂത്ത് കോൺഗ്രസ് യുവജന സമ്പർക്ക യാത്രയിൽ നിന്നും ചാണ്ടിയുമ്മൻ വിട്ടുനിന്നത് വിവാദമാകുന്നു. ജില്ലയിലുണ്ടായിരുന്നുവെങ്കിലും ചാണ്ടിയുമ്മൻ പരിപാടിക്ക് എത്തിയിരുന്നില്ല. ചാണ്ടിയുമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നുവെങ്കിൽ അത് തെറ്റാണെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. അതേസമയം താൻ പരിപാടി ഏറ്റിരുന്നില്ലെന്നും DCC പ്രസിഡന്റ് വിശദീകരണം തേടിയത് പാർട്ടിയിൽ തീർത്തോളാമെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ സൗത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് നടത്തിയ യുവജന സമ്പർക്ക യാത്രയിൽ പങ്കെടുക്കാൻ ചാണ്ടിയുമ്മൻ നഗരത്തിലുണ്ടായിട്ടും എത്താത്തതാണ് വിവാദമായത്. തുടർന്ന് രമ്യ ഹരിദാസാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ചാണ്ടിയുമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്നും എന്തുകൊണ്ട് വിട്ടുനിന്നു എന്നറിയില്ലെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടിയുമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല.
ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. അതേസമയം യൂത്ത് കോൺഗ്രസ് പരിപാടി താൻ ഏറ്റുന്നില്ലെന്ന് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. സാഹചര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്. DCC പ്രസിഡന്റ് വിശദീകരണം തേടിയത് പാർട്ടിയിൽ തീർത്തോളാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലത്തെ പരിപാടി എനിക്കില്ലായിരുന്നു. ചില ചർച്ചകൾ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തണം. ഒറ്റ ദിവസത്തേക്ക് ദുബായിൽ പോയ ആൾ. ഇതൊരു ഏറ്റ പരിപാടിയല്ല. അപ്പോൾ ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ, കാരണം ഇന്നലെ തന്നെ ഞാൻ അറിയിച്ചു, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. DCC അധ്യക്ഷന്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം, ഞങ്ങൾ പാർട്ടി പറഞ്ഞോളാം. കോഴിക്കോട്ടെ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ തുടർച്ചയാണ് ചാണ്ടിയുമ്മന്റെ നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. സൗത്ത് മണ്ഡലം ഷാഫി പറമ്പിലിനൊപ്പമാണ് എന്നതുകൊണ്ട് T സിദ്ദിഖ് ചാണ്ടിയുമ്മനെ വിലക്കി എന്ന രീതിയിലുള്ള ചർച്ചയാണ് ഉയർന്നു വരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പ് വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ പുറപ്പെട്ട കോൺഗ്രസ് നേതാവ് KC ശോഭിതയുടെ യാത്ര വിലക്കി നേതൃത്വം. കോർപ്പറേഷന്റെ സർവകക്ഷി സംഘത്തിൽ നിന്ന് UDF അംഗങ്ങൾ അപ്രതീക്ഷിതമായി പിന്മാറി. കേസിൽ 3 വർഷമായിട്ടും അന്വേഷണം പൂർത്തിയായിരുന്നില്ല. അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനായിരുന്നു സർവകക്ഷി തീരുമാനം. UDF അംഗങ്ങൾ അവസാന നിമിഷം യാത്രയിൽ നിന്നും പിന്മാറുകയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നത് അഴിമതി ഭരണമാണെന്നും ഇത് മുന്നിൽ നിർത്തിയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മുൻ MP രമ്യ ഹരിദാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാരുടെ മത്സരം സംബന്ധിച്ച വിഷയത്തിൽ KPCC പ്രസിഡന്റ് മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. കേരളത്തിൽ UDF ഭരണം വരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും രമ്യ പറഞ്ഞു. ഡ്രെയിനേജ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, റോഡിൻ്റെ വിഷയങ്ങൾ, കെട്ടിട നികുതിയിൽ പല സാമ്പത്തിക തിരിമറികളും, ഓഫീസുകളിലെ ഫയലുകൾ കാണാതെയാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ജനങ്ങൾ ഉയർത്തി കാണിക്കുകയും അത് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടാണ് കോർപ്പറേഷനിലെ പരിധിയിലെ ജനങ്ങൾക്ക് പിന്തുണയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതേപോലെ തന്നെ UDF വരാൻ പോകുന്ന ഒരു അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഓരോ അഴിമതികളും ഓരോ ദിവസവും ദൈനംദിനമായിട്ട് പുറത്തു വരികയാണ്. കൊട്ടാരക്കര ബിവറേജസിൽ ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച കേസിൽ പ്രതികൾ കീഴടങ്ങി. പുനലൂർ സ്വദേശി രഞ്ജിത്ത്, വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊട്ടാരക്കര ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയ പ്രതികൾ ജീവനക്കാരന്റെ തലയടിച്ചു പൊട്ടിച്ചത്. ബിവറേജ് ഔട്ട്ലെറ്റ് ജീവനക്കാരനായ ബേസിൽ പാപ്പച്ചനെയാണ് ബിയർ കുപ്പി കൊണ്ട് തലയ്ക്ക് അടിച്ചത്. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. സംഘടനാ വിഷയങ്ങളും ഓണാഘോഷവും യോഗത്തിൽ ചർച്ചയാകും. അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദവും അംഗങ്ങൾക്കിടയിലെ വാക്തർക്കങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. വൈകിട്ട് 3 മണിവരെയാണ് യോഗം. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് വർണ്ണപ്പകിട്ടേകുവാൻ പതാകകൾ ഒരുക്കുന്ന തിരക്കിലാണ് ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം സഹോദരിമാർ. സമദൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പന്തീരാങ്കാവിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള സ്വയം തൊഴിൽ പരിശീലന സേവാ കേന്ദ്രമായ സമക്ഷ ഭവനിലെ 20 സഹോദരിമാരാണ് പതാകകൾ നിർമ്മിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക എന്നതാണ് ദേശീയ സംഘടനയായ സക്ഷമയുടെ ലക്ഷ്യം. സമദൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് കോഴിക്കോട്ടെ സക്ഷമയുടെ പ്രവർത്തനം. മണ്ഡലകാലത്ത് ഇരുമുടി സഞ്ചിയും തോൾ സഞ്ചിയും നിർമ്മിച്ചു നൽകിയ ഇവിടെയുള്ള 20 സഹോദരിമാർ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കായുള്ള പതാകകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സംസാരശേഷിയും കാഴ്ചശക്തിയും ഇല്ലാത്ത സഹോദരിമാരെ ഉയർത്തിക്കൊണ്ടുവന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ പ്രാപ്തരാക്കുക എന്നതാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ P. നന്ദനൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിനാണ് ഇപ്പോൾ കൊടി നിർമ്മാണമുള്ളത്. പല ഭാഗത്തു നിന്ന് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറാക്കിയിട്ട് ഇപ്പം നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പരിചരിക്കുന്നതിന് വേണ്ടി 2-3 അമ്മമാർ ഇവിടെ ഉണ്ട്. ഇവർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 നേരത്തെ ആഹാരം ഇവിടെയാണ്, ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയാണ്. സൗജന്യമായിട്ടാണ് അവർക്കെല്ലാം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടെ സക്ഷമ വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ട്രസ്റ്റ് എന്ന് സെക്രട്ടറി രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇവിടെ ഒരു 12,000 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് നമ്മളിപ്പം പണി തീർത്തുകൊണ്ടിരിക്കുക. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ മുഴുവനും അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ
അതിലവർ സ്കില്ലാക്കിയിട്ട് അവർ സ്വയം പര്യാപ്തത അവർ ജീവിതത്തിൽ നേടുക. അപ്പോൾ അതിന് ഇവിടെ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ കാര്യങ്ങളും, അവർക്ക് ഭക്ഷണം, താമസം, അതുപോലെ തെറാപ്പി, ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. പതാകകൾ, വസ്ത്രങ്ങൾ, അച്ചാറുകൾ തുടങ്ങി ഇവർ നിർമ്മിച്ചു നൽകുന്ന എല്ലാ സാധനങ്ങൾക്കും ഡിമാൻഡ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വലിയ വളർച്ച സക്ഷമയ്ക്കുണ്ടാകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണ് നാളെ തുടക്കം. സെപ്റ്റംബർ 7 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. 33 മത്സരങ്ങളുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2:30 നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് റണ്ണറപ്പായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. 2ാം മത്സരത്തിൽ രാത്രി 7:45 ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സുമായി ഏറ്റുമുട്ടും. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.